അപ്പൊ അങ്ങനെ സിലബസിലെ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഭൂമിയെ കുറിച്ചൊരു ധാരണ വേണം. ഭൂമിയെ കുറിച്ച് ധാരണ വേണം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പുറമേ കുറിച്ചും ഭൂമിയുടെ ഈ പുറത്തുള്ള ഈ ഭാഗത്തെ കുറിച്ചും ഭൂമിയുടെ അകത്തുള്ള ഈ ഭാഗത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ധാരണ ഉണ്ടാക്കണം. അതേക്കുറിച്ചും ഭൂമിയുടെ അകത്തുള്ള ഈ ഭാഗത്തെ കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഈ രണ്ട് ഭാഗത്തെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാകണം. ഈ കാണുന്നത് ഭൂമിയുടെ പുറത്തുള്ള ഭാഗമാണ്, ഇത് ഭൂമിയുടെ അകത്തുള്ള പാർട്ടാണ്. അപ്പൊ ഭൂമിയുടെ പുറത്തും ഭൂമിയുടെ അകത്തും രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഭൂമിയുടെ സ്ട്രക്ചർ ഭൂമിയുടെ ഘടനയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. ഭൂമിയുടെ ഘടന നമുക്ക് രണ്ടായി തരംതിരിക്കുന്നതാണ് ഈ ഒരു ഇമേജിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഇമേജിൽ ഇവിടെ കാണുന്ന ഈ പാർട്ട്, ഇവിടെ കാണുന്ന ഈ ഭാഗം, ഇവിടെ കാണുന്ന ഈ ഭാഗം, ഇവിടെ കാണുന്നത് ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കരുത് ഭൂമിയുടെ പുറത്തുള്ള ഭാഗവും ഈ കാണുന്ന ഭൂമിയുടെ അകത്തുള്ള ഭാഗവുമാണ്. അപ്പൊ ഭൂമിയുടെ ഘടന സ്ട്രക്ചറിനെ രണ്ടായി തിരിച്ചു. പുറമേയുള്ള ഭൂമി, അകമേയുള്ള ഭൂമി, അന്തർഭാഗവും ബാഹ്യഭാഗം. അപ്പൊ ഭൂമിയുടെ ഘടന നമ്മൾ രണ്ടായി തിരിക്കുന്നു, ബാഹ്യമായ ഭാഗം, അന്തർഭാഗം. അപ്പൊ നോക്കി ഈ ചിത്രം ശ്രദ്ധിച്ച്, ഇത് ഭൂമിയുടെ വെളിയാണ്. ഈ വെളിയിലാണ് മലകളും കാടുകളും എല്ലാം കാണപ്പെടുന്ന ഈ ഇത്രയും പോർഷൻ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബയോസ്ഫിയർ. ഏതാണ്? ബയോസ്ഫിയർ, ജീവമണ്ഡലം. ഈ കാണുന്ന സമുദ്രം, കടൽ, ഈ കാണുന്ന ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഹൈഡ്രോസ്ഫിയർ, ജലമണ്ഡലം. അതുപോലെ തന്നെ ഇതിന് മുകളിൽ നമുക്കറിയാം ഈ ജലവും സമുദ്രവും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉറപ്പായും എന്തുണ്ടാകും? ആകാശം ഉണ്ട്, മേഘങ്ങളുണ്ട്, ഇടിമിന്നലുണ്ട്, മഴയുണ്ട്. ഈ മഴയും കാറ്റും എല്ലാം ഉണ്ടാകുന്ന ഈ ഭാഗം അറിയപ്പെടുന്ന പേരെന്താ? അറ്റ്മോസ്ഫിയർ. ഏതാണ്? അറ്റ്മോസ്ഫിയർ. വായുമണ്ഡലവും ജീവമണ്ഡലവും ജലമണ്ഡലവും നിലകൊള്ളുന്ന ഈ കാണുന്ന പാർട്ട് അറിയപ്പെടുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ഏതാണ്? ലിത്തോസ്ഫിയർ. ഈ പാർട്ട് അറിയപ്പെടുന്ന പേരാണ് എന്നറിയപ്പെടുന്നു ലിത്തോസ്ഫിയർ, ശിലാമണ്ഡലം. അപ്പോൾ നോക്കി, ഭൂമിയുടെ ഘടന എത്രയായി തരംതിരിക്കാം? ഭൂമിയുടെ ഘടനയെ നമ്മൾ ശരിക്കും സ്ട്രക്ചറിനെ രണ്ടായി തരംതിരിക്കും. എങ്ങനെ രണ്ടായി തിരിക്കും? ഭൂമിയുടെ സ്ട്രക്ചറിനെ എങ്ങനെ രണ്ടായി തിരിക്കാം എന്നാണ് പറഞ്ഞത്. ഒന്ന് ഏതാണ്? പുറമേയുള്ള ഭൂമി, ഭൂമിയുടെ ബാഹ്യമായ സവിശേഷത, ഭൂമിയുടെ ബാഹ്യമായ സവിശേഷതകൾ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെയാണ് പറയുന്നത്. ഭൂമിയുടെ ബാഹ്യമായ സവിശേഷതകൾ. ഭൂമിയുടെ ബാഹ്യമായ സവിശേഷത ഇതാണെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഈ ഭാഗമാണ് ആന്തരികമായ ഭാഗം. അപ്പൊ ഭൂമിയുടെ ബാഹ്യമായ സവിശേഷതകളിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്ന വായുമണ്ഡലവും ജലമണ്ഡലവും ജീവമണ്ഡലവും സ്ഥാനമണ്ഡലവും. എന്നാൽ ഇനി ആ സ്ഥാനമണ്ഡലം നിലകൊള്ളുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, സ്ഥാനമണ്ഡലം നിലകൊള്ളുന്നത് ഭൂമിയുടെ അകത്തേക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കി, ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക ഭൂമിയുടെ ഈ ജീവമണ്ഡലവും ജലമണ്ഡലവും കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു പാർട്ട് ഭൂമിക്കുള്ളിലേക്കാണ് നിൽക്കുന്നത്. ഈ വെളിച്ചിത്രം നോക്കുന്നത് ഈ ഒരു ഭാഗം ഭൂമിക്ക് അകത്തേക്കാണ് നിൽക്കുന്നത്. ഭൂമിക്ക് അകത്ത് നിൽക്കുന്ന ഈ ഭാഗം നമ്മൾ ഇങ്ങനെ പറയും. ഈ കാലുറപ്പിച്ച് നിൽക്കുന്ന ഈ ഭാഗം നമ്മൾ പറയുക ക്രസ്റ്റ് അല്ലേ? ഭൂവൽക്കം. ഈ കാണുന്ന പാർട്ടാണ് ഭൂവൽക്കം. അവിടെ കണ്ടോ, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വസ്തുത ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ, ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു പദം ഒന്ന് വായിച്ചു നോക്കി. ഈ വരയൊക്കെ വായിക്കുമ്പോൾ കണ്ടോ, ക്രസ്റ്റ്, ഭൂവൽക്കം 0 മുതൽ 100 കിലോമീറ്റർ വരെ. ഭൂവൽക്കം എത്ര കിലോമീറ്റർ വരെ ഉണ്ട്? 0 മുതൽ 100 കിലോമീറ്റർ വരെ വ്യാപിച്ചു നിൽക്കുന്ന ഭാഗമാണ് ഭൂമിയുടെ ഉള്ളിലുള്ള ഈ ഭാഗം. ഏത്? ക്രസ്റ്റ്, ഭൂവൽക്കം. ആ ഭൂവൽക്കം എത്ര കിലോമീറ്റർ വരെ വ്യാപിച്ചു നിൽക്കുന്നു? 100 കിലോമീറ്റർ വരെ വ്യാപിച്ചു നിൽക്കുന്നു. 100 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ? ഇത്രയും പാർട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ? ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് മാന്റിൽ. ഏതാണ്? മാന്റിൽ. ഈ പാർട്ട് അറിയപ്പെടുന്ന പേര് മാന്റിൽ. ആ മാന്റിൽ എത്ര കിലോമീറ്റർ വരെ ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്?
2900 കിലോമീറ്റർ വരെ മാൻറ്റിൽ. അപ്പൊ അടുത്ത മനസ്സിലാക്കുക, ഭൂമിയുടെ ഉള്ളറയിൽ ആദ്യ പാർട്ട് ക്രിസ്റ്റ് ആണെന്നും ക്രിസ്റ്റിന് താഴെ മാൻറ്റിൽ ആണെന്നും മാൻറ്റിലിന് താഴെ ഏത് ഭാഗമാണ്? കോർ, കാമ്പാണെന്നും ആ കാമ്പ് 6378 കിലോമീറ്റർ, 79 78 കിലോമീറ്റർ വരെ പറയാം, 78 കിലോമീറ്റർ വരെയാണെന്നും സൂചിപ്പിക്കുന്നു. അപ്പൊ മനസ്സിലാക്കി, ഭൂമിയുടെ ഘടനയെ രണ്ടായി തരംതിരിക്കുന്നു. ഭൂമിയുടെ ഘടനയെ രണ്ടായി തരംതിരിക്കുന്നു. ഭൂമിയുടെ ഘടന എങ്ങനെ രണ്ടായി തരംതിരിക്കുന്നു? ഭൂമിയുടെ ഘടനയെ ആദ്യം തരംതിരിച്ചു എങ്ങനെ? ഭൂമിയുടെ ബാഹ്യമായ സവിശേഷതകൾ എന്നും ഭൂമിയുടെ ബാഹ്യമായ സവിശേഷതകൾ എന്നും ഭൂമിയുടെ ആന്തരികമായ സവിശേഷതകൾ എന്നും. ഭൂമിയുടെ ബാഹ്യമായ സവിശേഷത എന്നും ഭൂമിയുടെ ആന്തരികമായ സവിശേഷത എന്നും. അവിടെ നിന്നുകൊണ്ട് അടുത്തായി നമ്മൾ മനസ്സിലാക്കി ഏതാണ്? ഭൂമിയുടെ ബാഹ്യമായ സവിശേഷത. ഭൂമിയുടെ ബാഹ്യമായ സവിശേഷതയെ എത്രയായി തിരിക്കുന്നു? 4ആയി തരംതിരിക്കുന്നു. അതാണ് ഇത് മണ്ഡലം: വായുമണ്ഡലം, ജലമണ്ഡലം, ജീവമണ്ഡലം, സ്ഥാനമണ്ഡലം. ഇവിടെ ജീവൻ, ഇവിടെ ജലം, ഇവിടെ വായു, അവിടെ നിന്ന് അത് നിൽക്കുന്ന സ്ഥലം ലിത്തോസ്ഫിയർ. അതിനുള്ളിലേക്ക് കാണുന്ന ഈ പാർട്ട് അറിയപ്പെടുന്ന വരെ ക്രസ്റ്റ്. ക്രസ്റ്റിന് താഴെയുള്ള ഭാഗം മാൻറ്റിൽ, മാൻറ്റിന് താഴെയുള്ള ഭാഗം കോർ, കാമ്പ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയുടെ ഉള്ളറകൾ എവിടെയെല്ലാമാണ് വേർതിരിയപ്പെടുന്നത്? ഭൂമിയുടെ ഉള്ളറകളാണ് ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. ഇവ വേർതിരിയുന്നത് എവിടെ വെച്ചാണ് എന്ന് കൂടെ പരിശോധിക്കാം. ഇതാ മനസ്സിലാക്കി, ഈ ചിത്രത്തിലേക്ക് വരിക. ഏതാണ്? നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ഇതാ നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഭാഗം വെച്ച് പറയുകയാണെങ്കിൽ, ഭൂമിയുടെ ഉള്ളറകളെ ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ, ഭൂവൽക്കം, മാൻറ്റിൽ, കോർ എന്നിങ്ങനെ തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ മാൻറ്റിൽ, കോർ, ക്രസ്റ്റ് ഈ വേർതിരിക്കപ്പെടുന്ന സ്ഥലങ്ങളെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ഇനി പരിശോധിക്കാനുള്ളത്. മനസ്സിലാക്കുക, ഈ കാണുന്ന ക്രസ്റ്റ്, ഈ കാണുന്ന ക്രസ്റ്റും ഈ കാണുന്ന ക്രസ്റ്റ്, ആ ക്രസ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, ഈ കാണുന്ന ക്രസ്റ്റിനെയും മാൻറ്റിലിനെയും വേർതിരിക്കുന്ന ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി. വിക്സ് ഓർത്താൽ മതി. മൊഹറോവിക്സ് വിജനത. ജിയോഗ്രഫിക്കലി അത് പറയുന്നത് മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. മോഹോസ് വിജനത. അപ്പൊ നമുക്ക് ഈ കാണുന്ന പാർട്ട്, ഈ 100 കിലോമീറ്റർ വരെ എഴുതിയിരിക്കുന്ന ക്രസ്റ്റിനെയും അവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ മാൻറ്റിലിനെയും വേർതിരിക്കുന്ന ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നു? ഏത്? മോഹോസ് വിജനത. അവിടെ നിന്ന് ഈ മാൻറ്റിലും കോറും വേർതിരിയപ്പെടുകയാണ്. 2900 കിലോമീറ്ററിലാണ് അത് വേർതിരിയുന്നത്. ആ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഗുട്ടൻബർഗ് വിജനത. അപ്പൊ ഭൂവൽക്കവും മാൻറ്റിലും വേർതിരിയപ്പെടുന്ന സ്ഥലം അറിയപ്പെടുന്നു മോഹോസ് വിജനത എന്നും മാൻറ്റിലും കോറും വേർതിരിയുന്ന ഭാഗം അറിയപ്പെടുന്നു ഗുട്ടൻബർഗ് വിജനത എന്നും. ഇനി മനസ്സിലാക്കി, ഈ മാൻറ്റിൽ 2 തരമുണ്ട്, കോർ 2 ഉണ്ട് അല്ലെ? അകക്കാമ്പും പുറക്കാമ്പും. ഈ അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്ന ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്ന ഈ ഭാഗം നോക്ക്. ഈ കാണുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ലേ മാൻ വിജനത. 5100 കിലോമീറ്ററിലാണ് ഇന്നർ കോറിനെയും ഔട്ടർ കോറിനെയും വേർതിരിക്കുന്നത്. ഈ വൈറ്റ് നിറത്തിൽ കൊടുത്തിരിക്കുന്ന അവസ്ഥ ഖരാവസ്ഥയാണ്. ഇത് അർത്ഥദ്രവ്യാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പൊ അകക്കാമ്പ് കാണപ്പെടുന്ന അവസ്ഥ ഏതവസ്ഥയാ? ഖരാവസ്ഥയിലും പുറക്കാമ്പ് കാണപ്പെടുന്ന അവസ്ഥ അർത്ഥദ്രവ്യാവസ്ഥയിലുമാണ്. ഇവയെ വേർതിരിക്കുന്നു ഏത് വിജനത? ലേ മാൻ വിജനത. ഇത് ലേ മാൻ വിജനത. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മാൻറ്റിൽ കാണാം, ഇവിടെ കോർ കാണാം. അത് നേരത്തെ പറഞ്ഞു ഗുട്ടൻബർഗ് വിജനത 2900 കിലോമീറ്റർ. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ മാൻറ്റിൽ 2 ഉണ്ട്, അപ്പർ മാൻറ്റിലും ലോവർ മാൻറ്റിലും. ഈ അപ്പർ മാൻറ്റിൽ കാണപ്പെടുന്ന അവസ്ഥ എന്താണ്? ഖരാവസ്ഥയും. ലോവർ മാൻറ്റിൽ കാണപ്പെടുന്ന അവസ്ഥ എന്താ? അർത്ഥദ്രവ്യാവസ്ഥയുമാണ്. 2200 കിലോമീറ്ററിൽ ഇവയെ രണ്ടിനെയും, അപ്പർ മാൻറ്റിലിനെയും ലോവർ മാൻറ്റിലിനെയും ഉപരി മാൻറ്റിലിനെയും അധോ മാൻറ്റിലിനെയും വേർതിരിക്കുന്ന ഭാഗമാണ്
റെപ്റ്റിവിജിനത. റെപ്റ്റിവിജിനത. അപ്പൊ ആദ്യം പറഞ്ഞു ഏതാ? അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നു ലേമാൻ വിജിനത. അതേപോലെ തന്നെ അടുത്തായിട്ട് പറയുന്നു അപ്പർ മാൻഡിലിനെയും ലോവർ മാൻഡിലിനെയും വേർതിരിക്കുന്നു റെപ്റ്റിവിജിനത. ഇനി മനസ്സിലായി ക്രസ്റ്റ്. ക്രസ്റ്റ്, ഈ ക്രസ്റ്റിൽ തന്നെ പുറത്തെ പുറന്തോടുണ്ട്, ക്രസ്റ്റിൽ തന്നെ പുറത്തെ പുറന്തോടുമുണ്ട്, അകത്തെ പുറന്തോടുമുണ്ട്. ഇതിനെ വേർതിരിക്കുന്ന ഭാഗമാണ് കോൺറാഡ് വിജിനത. കോൺറാഡ് വിജിനത. അപ്പൊ ദാ ഇത്രയും പാർട്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണ കൊണ്ടുവരിക. ദാ ഭൂമിയുടെ പുറത്തുള്ള ഈ ഭാഗം അറിയപ്പെടുന്ന പേര് അറ്റ്മോസ്ഫിയർ എന്നാണ്. ആ അറ്റ്മോസ്ഫിയർ ആകുന്ന വായുമണ്ഡലത്തെ വേർതിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏതാ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അതിൽ ആ ട്രോപ്പോസ്ഫിയർ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടോ? ട്രോപ്പോസ്ഫിയർ എന്ന് എഴുതിയിരിക്കുന്ന ഈ സ്ഥലം ശ്രദ്ധിച്ചേ. ഈ സ്ഥലത്ത് ഇതാ ഈ റൗണ്ട് ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുന്ന സ്ഥലമാണ്. മലയും കുന്നും ഏതാ ജീവനും എല്ലാം ഉണ്ടായിരുന്ന ഈ സ്ഥലം ഏതാ? ജീവമണ്ഡലം. അതേ ട്രോപ്പോസ്ഫിയർ ഇതാ ഇങ്ങോട്ട് ഇതാ ഈ ചതുരത്തിൽ കാണുന്ന സ്ഥലം കണ്ടോ? ഇതറിയപ്പെടുന്ന പേരാണ് മണ്ഡലം, ജലമണ്ഡലം, ഹൈഡ്രോസ്ഫിയർ. ഇതാ അവിടെ താഴോട്ട് ആ ബ്ലാക്ക് നിറത്തിൽ കാണുന്ന ഈ ഒരു ഭാഗം കണ്ടോ? ഇത് അറിയപ്പെടുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ, സ്ഥാനമണ്ഡലം. ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് എന്താ? ഈ ഭൂമിയുടെ വെളിയെയാണ്. ഭൂമിയുടെ വെളിയിലുള്ള ഈ ഭാഗങ്ങളാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ. ഇനി കാണിക്കുന്ന ഈ ഭൂമിയുടെ അകത്തുള്ള സ്ഥലമാണ്. ഈ അകത്തൂടെ പോണ ഈ ഭാഗമാണ് കാണിക്കുന്നത്. ദാ ഈ അകത്തൂടെ പോകുന്ന ഭാഗത്ത് ഈ വെള്ള നിറം കണക്റ്റ് ആകുന്ന സ്ഥലം, ഇന്നർ കോറും ഔട്ടർ കോറും വേർതിരിഞ്ഞ ഈ ഭാഗമാണ് ലേമാൻ വിജിനത എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ദാ വരുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഏതാണ്? അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിച്ചു കഴിഞ്ഞാൽ അടുത്തായിട്ട് പറയുന്ന അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും റെപ്റ്റിവിജിനതയാണ്. ഇതിന് ഇടയിൽ വെച്ച് തന്നെ മറ്റൊരു വിജിനത പറഞ്ഞിട്ടുണ്ട്. ക്രസ്റ്റ്, ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിച്ച വിജിനത അറിയപ്പെടുന്ന പേര് ഏത് പേരിലായിരുന്നു? മൊഹറോവിക്സ് അല്ലെങ്കിൽ മൊഹോസ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഭൂമിയുടെ ഒരു സ്ട്രക്ചർ. ഭൂമിയുടെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വസ്തുതയാണ് ഭൂമിയുടെ ഒരു ഘടനയായി നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ സ്ട്രക്ചർ. ആ പാർട്ടിൽ ആദ്യം വരുന്ന ഭാഗം ഭൂവൽക്കം. എന്താണ് ഭൂവൽക്കം എന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരുവിധം ധാരണ ഉണ്ടാകണം. അതുകൂടി നമുക്ക് പരിശോധിക്കാം. എന്താണ് ഭൂവൽക്കം എന്നത് കൂടി നമുക്ക് എന്ത് ചെയ്യാം? പരിശോധിക്കാം. ദാ ഈ വസ്തുത മാറ്റിയാണ്. മാറ്റിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഭൂവൽക്കം എന്താണെന്ന് എന്ത് ചെയ്യാം? സംസാരിച്ചു തുടങ്ങാം. അപ്പൊ ഭൂമിയുടെ ഘടനയെ രണ്ടായി തിരിച്ചു. ആന്തരികമെന്നും ബാഹ്യമെന്നും. ബാഹ്യമായ ഘടനകളാണ് ഏത്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും മിസോസ്ഫിയറും എല്ലാം വരുന്ന അറ്റ്മോസ്ഫിയർ. ആ ട്രോപ്പോസ്ഫിയറിൽ വരും ജീവമണ്ഡലം, ജലമണ്ഡലം, സ്ഥാനമണ്ഡലം. ഇതെല്ലാം ഭൂമിയുടെ പുറത്താണ്. എന്നാൽ ലിത്തോസ്ഫിയർ ഭൂമിയുടെ പുറത്ത് നിന്ന് അകത്തേക്ക് നിൽക്കുന്ന അടിപൊളി നിൽക്കുന്ന പാർട്ടാണ്. ഇത് ഇത്രയും മനസ്സിലോട്ടെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ച്? ക്രസ്റ്റ്, ഭൂവൽക്കത്തെ കുറിച്ച്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഭൂവൽക്കം, എന്താണ് ഭൂവൽക്കം, ക്രസ്റ്റ് എന്ന് പരിശോധിക്കാം. എന്താണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് നോക്കാം. ഇവിടെ ക്രസ്റ്റ്, ഭൂവൽക്കം. ഈ ഭൂവൽക്കത്തെ കുറിച്ച് ഒരു കുട്ടി മനസ്സിലാക്കുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ട വസ്തുത ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന വശം മുഴുവൻ ജലമാണ്. ഈ ജലം കാണുന്ന ഹൈഡ്രോസ്ഫിയർ ആണെന്നും ഈ കാണുന്ന മലയും കുന്നുപോലെയൊക്കെ ഈ വരച്ചിരിക്കുന്ന ഈ ഭാഗം വൻകരയാണെന്നും ഇത് വൻകര, ഇത് സമുദ്ര ഭൂവൽക്കവും ഈ കാണുന്നവൻ ആരാ? വൻകര ഭൂവൽക്കമാണെന്ന് ഉദാഹരണമാണ്. സമുദ്ര ഭൂവൽക്കം എപ്പോഴും സമുദ്രത്തിന്റെ അടിയിലാണ്. ഇവിടെ നമുക്ക് ഈ സമുദ്രം, ഈ നീല നിറത്തിൽ കാണുന്ന സമുദ്ര ഭൂവൽക്കം ഈ കാണുന്ന നീല നിറത്തിൽ കാണുന്ന ഈ സമുദ്ര ഭൂവൽക്കത്തിന്റെ അടിയിൽ ഞാൻ വരയ്ക്കുന്ന ഈ പാർട്ട്, ഈ മഞ്ഞ നിറത്തിൽ, യെല്ലോ നിറത്തിൽ ഞാൻ വരച്ചെടുക്കുന്ന ഈ പാർട്ടാണ് സമുദ്ര ഭൂവൽക്കം. ഈ കാണുന്ന പാർട്ടാണ് സമുദ്ര ഭൂവൽക്കം. ഏത് ഭൂവൽക്കമാകട്ടെ, വൻകര ഭൂവൽക്കമാകട്ടെ, സമുദ്ര ഭൂവൽക്കമാകട്ടെ, ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതവസ്ഥ തന്നെയാണ്? ഖരാവസ്ഥ. വൻകര ഭൂവൽക്കമായാലും സമുദ്ര ഭൂവൽക്കമായാലും ദ്രവ്യത്തിന്റെ അവസ്ഥ എന്തവസ്ഥ തന്നെയാണ്? ഖര അവസ്ഥ. ഏതവസ്ഥയാണ്? ഖരാവസ്ഥ.
അപ്പൊ ജലം, അതായത് സമുദ്ര ഭൂവൽക്കത്തിൽ കാണുന്നതാണ് ഈ ജലം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചു. ഈ വെളിയിൽ കാണുന്ന ഈ ഭാഗത്തിന്റെ പേരായിരുന്നു എന്ത്? ഏതാ ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ. ആ ഹൈഡ്രോസ്ഫിയർ ഭൂമിയുടെ ഔട്ട് ബാഹ്യമായ സവിശേഷതയാണ്. എന്നാൽ ആന്തരികമായ സവിശേഷതയിൽ വരുമ്പോൾ ക്രിസ്റ്റിന്റെ അവസ്ഥ എല്ലായിടത്തും ഏതവസ്ഥ തന്നെയാണ്? ഖരാവസ്ഥ. എന്നാൽ എർത്ത് ഓപ്പൺ, ഭൂമി തുറക്കപ്പെടുമ്പോൾ മീൻസ് അഗ്നിപർവ്വത സ്ഫോടനം സംഭവിക്കുമ്പോൾ എന്ത് വരും? ലാവ പുറത്തേക്ക് വരും. അപ്പോൾ സെമി പ്ലാസ്റ്റിക് സ്റ്റേജിലും എന്ത് കാണാം? ഭൂമിയുടെ ഉപരിതലം കാണുവാൻ സാധിക്കും. അടുത്ത പോയിട്ടെ, ഈ ഭൂവൽക്കം, നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ? ഓക്സിജൻ, അല്ലെ? നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ആയിരുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞ എന്ത്? നൈട്രജൻ. നൈട്രജൻ. അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് തന്നെ? ഓക്സിജൻ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്നു ഏതാണ്? ആദ്യം പോയിന്റ് പറയുന്നു, അന്തരീക്ഷത്തിൽ ഈ കാണുന്ന അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം NOx. ഏതാ? നൈട്രജൻ കഴിഞ്ഞാൽ ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ വാതകങ്ങൾ എവിടെ ഏറ്റവും കൂടുതലുള്ളത്? അറ്റ്മോസ്ഫിയറിൽ. എവിടെ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഇത്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇവ എവിടെ ഏറ്റവും കൂടുതലായി കാണുന്നു? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു. നമുക്കറിയാം, അന്തരീക്ഷം എടുക്കുമ്പോൾ അവിടെ 78.8% ആരാണ്? നൈട്രജനാണ്. 20.95% ആരാണ്? ഓക്സിജനാണ്. 0.93% ആരാണ്? 0.93% ആരാണ്? ആർഗനാണ്. പിന്നെ നമുക്കറിയാം 0.037% ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പക്ഷെ ഇതെല്ലാം കാണുന്നത് എവിടെയാണ്? അന്തരീക്ഷം. അന്തരീക്ഷം ഇവിടെയാണ് ഇത് കാണപ്പെടുന്ന വാതകാവസ്ഥയിലാണ്. ഇനി ഞാൻ പറയുന്നത് ക്രസ്റ്റ് ഭൂവൽക്കത്തിൽ, ഈ കാണുന്ന ക്രസ്റ്റ് ഭൂവൽക്കത്തിൽ മൂലകങ്ങൾ പ്രധാനമായും അവസ്ഥ ഖരാവസ്ഥയിലും ചില സന്ദർഭങ്ങളിൽ ഇതിലും കാണാം അർത്ഥദ്രവ്യാവസ്ഥയിലും കാണാം. ആ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പരിശോധിക്കാം. നോക്കൂ, എന്റെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആ മൂലകം എന്ന് പറയുന്നത് ഒന്നാരാ? ഓക്സിജൻ. ആരാണ്? ഓക്സിജൻ. രണ്ടാരാ? ഏതാ? ഓക്സിജൻ സിൽക്കൻ. അടുത്തവനാരാ? അലൂമിനിയം. ഓക്സിജൻ, സിൽക്കൻ, അലൂമിനിയം. അടുത്തവനാരാ? അയൺ. ഏതാ? അയൺ. ഓക്സിജൻ ഉണ്ട്, സിൽക്കൻ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, അയൺ ഉണ്ട്. അടുത്തവനാരാ? കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. എന്റെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 8 മൂലകങ്ങളാണ് ആര്? ഓക്സിജൻ, സിൽക്കൻ, അലൂമിനിയം, അയൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. ശരിക്കും എന്റെ ഭൂവൽക്കത്തിന്റെ 98% 8 മൂലകങ്ങളാണ്. ഇവ പ്രധാനമായും ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിൽ. എന്റെ ഭൂവൽക്കത്തിന് 98% നിലകൊള്ളുന്ന ഈ 8 മൂലകങ്ങൾ പ്രധാനമായും ഏതവസ്ഥയിൽ കാണപ്പെടുന്നു? ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. അത് ഏതൊക്കെയാണ്? ഓക്സിജൻ, സിൽക്കൻ, അലൂമിനിയം, അയൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. എന്റെ ഭൂവൽക്കത്തിൽ ഏകദേശം 46.6%, എന്റെ ഭൂവൽക്കത്തിൽ ഏകദേശം 46.6% ആര് തന്നെയാണ്? ഓക്സിജനാണ്. എന്റെ ഭൂവൽക്കത്തിന് ഏകദേശം 46.6% ആരാ? ഓക്സിജനാണ്. എന്റെ ഭൂവൽക്കത്തിന്റെ 27.7% ആരാ? സിൽക്കനാണ്. നോക്കി, ഓക്സിജൻ എത്രയാ? 46.6% ഓക്സിജനും 27.7% ആരാ? സിൽക്കൻ. ഏതാ? സിൽക്കൻ. അടുത്ത എന്റെ ഭൂവൽക്കത്തിൽ ഏകദേശം 8.2% ആരാണ്?
അലൂമിനിയം. 8.2% അലൂമിനിയം. അതേ ഭൂവൽക്കത്തിൽ 5%-ത്തോളവും ആരാണ്? അയൺ, ഇരുമ്പാണ്. 3.6%-ത്തോളവും ആരാ? കാൽസ്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. ഭൂമിയുടെ വെളിയിൽ ഞാനും നിങ്ങൾ കാലുറപ്പിച്ച് നിൽക്കുന്ന ഭൂമിയുടെ വെളിയിലുള്ള ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് NOx. ഏതാ? NOx. ഏതൊക്കെ? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാ മനസ്സിലാക്കുക. അന്തരീക്ഷത്തിന്റെ 78.8% ആര് തന്നെയാണ്? നൈട്രജനാണ്. എന്നാൽ ഓക്സിജൻ എത്ര ശതമാനമുണ്ട്? 21% എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 20.95% ആര് തന്നെയാണ്? ഓക്സിജനാണ്. എന്നാൽ ആർഗൺ എത്ര ശതമാനമാണ്? 0.93. ആർഗൺ 0.93. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡോ ഏകദേശം 0.0374. പാഠപുസ്തകത്തിൽ 0.04 എന്ന് കാണാം. അപ്പൊ ഇത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. എന്നാൽ എന്റെ ഭൂവൽക്കം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഭൂവൽക്കത്തിന്റെ 98% 8 മൂലകങ്ങളാണ്. ആ മൂലകങ്ങൾ പ്രധാനമായും കാണുന്ന അവസ്ഥ ഏതവസ്ഥയാ? ഖരാവസ്ഥയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭൂമി തുറക്കപ്പെടുമ്പോൾ, എർത്ത് ഓപ്പൺ, ഭൂമി തുറക്കപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ പൈറോക്ലാസ്റ്റ്, അഗ്നിപർവ്വത സ്ഫോടനത്തിൽ മാഗ്മ എന്തായി പുറത്തു വരുമ്പോൾ? ലാവയായി പുറത്തേക്ക് വരുമ്പോൾ സെമി പ്ലാസ്റ്റിക് സ്റ്റേജിലും എന്ത് കാണാറുണ്ട്? നമ്മുടെ സർഫസ് അർദ്ധദ്രവ്യാവസ്ഥയിലും കാണപ്പെടാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ ഒന്ന് ഓക്സിജനാണ്, സിലിക്കൺ, അലൂമിനിയം, അയൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. ഭൂവൽക്കത്തിന്റെ 46.6% ആരായിരുന്നു? ഓക്സിജൻ ആയിരുന്നു. ഭൂവൽക്കത്തിന് 27.7% ആര്? സിലിക്കൺ. അലൂമിനിയം ആകട്ടെ 8.2%, അയൺ ഇരുമ്പോ 5%, കാൽസ്യം 3.6. അങ്ങനെ താഴ്ത്താഴ്ട്ട് വരും. അപ്പൊ ഈ കാണുന്നതാണ് എന്റെ ഭൂമിയിൽ മൂലകങ്ങളുടെ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് വസ്തുതകളിലേക്ക് വരാം. ഭൂവൽക്കം കാണപ്പെടുന്ന അവസ്ഥ ഖരാവസ്ഥയാണെന്ന് പറഞ്ഞു. ആ ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. എന്റെ ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ? ഓക്സിജൻ, 46.6%. എന്റെ ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള ഉപലോകമാണ് സിലിക്കൺ. എന്റെ ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. എന്റെ ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള ഉപലോകമാണ് ഏത്? സിലിക്കൺ. ഏതാണ്? സിലിക്കൺ. എന്റെ ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള ലോകമാണ് ഏത്? അലൂമിനിയം. എന്റെ ഭൂവൽക്കത്തിന് അല്ലെങ്കിൽ എന്റെ ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള ഏതാ? ലോകമാണ് അലൂമിനിയം. എന്റെ ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോകമാണ് അയൺ, ഇരുമ്പ്. ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതൽ മൂലകം നോക്കി ഓക്സിജനാണ്. ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള ഉപലോകമാണ് സിലിക്കൺ. ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള ലോകമാണ് അലൂമിനിയം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോകമാണ് അയൺ, ഇരുമ്പ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാ? ആർഗൺ ആണല്ലേ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ? നൈട്രജൻ ആണ്. എന്നാൽ 2ാം സ്ഥാനം ഓക്സിജൻ ആണ്. 3 ആർഗൺ, 4 കാർബൺ ഡൈ ഓക്സൈഡ്. ഭൂവൽക്കത്തിന് 4 പറയാൻ പറഞ്ഞാൽ ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, അയൺ. ഭൂവൽക്കത്തിന് ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, ഉപലോകം ഏതാ? സിലിക്കൺ, ലോകം അലൂമിനിയം, പിണ്ഡത്തിൽ ഭൂവൽക്കത്തിന്റെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ളവൻ അയൺ, ഇരുമ്പ്. അപ്പൊ നമ്മൾ ഇത്രയും പ്രാഥമിക കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭൂവൽക്കത്തിലെ കൂടുതൽ വിവരങ്ങളിലേക്ക് മാറുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നു. നമുക്ക് ഇത്രയും സ്ഥലം കൂടെ മാറ്റിവിടാം. ഇവിടെ പറയുന്ന കാര്യത്തിലേക്ക് വരാം. ഇനി നമ്മൾ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. എന്റെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു, മിനറൽ ഏതാണെന്ന് ചോദിച്ചാൽ കല്ലിലും മണ്ണിലും പാറയിലും പൊടിയിലും എല്ലാം കാണുന്നവൻ SiO2, സിലിക്കൺ ഡൈ ഓക്സൈഡ്, സിൽക്ക.
എന്റെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാ? SiO2, സിലിക്കൺ ഡൈ ഓക്സൈഡ്. എന്റെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ മൂലകമാണ് ആര്? ഓക്സിജൻ. രണ്ടാം സ്ഥാനത്ത് ഉപലോകം അതാരാണ്? സിലിക്കനാണ്. അടുത്തത് ലോകം അലൂമിനിയമായിരുന്നു. നാലാം സ്ഥാനത്ത് പറഞ്ഞവനോ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളവൻ അയൺ, ഇരുമ്പായിരുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും ഉള്ള മൂലകം ഓക്സിജനാണ്, ഉപലോകം സിലിക്കനാണ്. എന്നാൽ ലോകം ഏതാ? അലൂമിനിയമാണ്. പിണ്ടത്തിലുള്ളവൻ അയൺ, ഇരുമ്പാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും ഉള്ള മിനറൽ ധാതു സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മൾ റോക്ക്, കല്ലും മണ്ണും പാറയും പൊടിയും എല്ലാം ഉള്ളത് ഇത് തന്നെയാണ്, സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. സിലിക്കൺ ഡൈ ഓക്സൈഡ് SiO3 O3 ഏതാ? 2- ഏതാണ്? 2- SiO3 2- എന്ന് എഴുതുമ്പോൾ അത് വായിക്കും സിലിക്കേറ്റ്. ഏതാണ്? സിലിക്കേറ്റ്. ബാഹ്യ സിലിക്കേറ്റ് ആവരണം, ബാഹ്യ സിലിക്കേറ്റ് ആവരണം എന്നറിയപ്പെടുന്ന ഈ ഭാഗം, ബാഹ്യ സിലിക്കേറ്റ് ആവരണം എന്നറിയപ്പെടുന്ന ഈ ഭാഗം, അതാണ് ഏത്? ക്രസ്റ്റ്, ഭൂവൽക്കം. ഭൂവൽക്കത്തിന്റെ മറ്റൊരു പേരാണെന്ത്? ബാഹ്യ സിലിക്കേറ്റ് ആവരണം, ബാഹ്യ സിലിക്കേറ്റ് ആവരണം. അപ്പൊ ഭൂവൽക്കം കാണപ്പെട്ട അവസ്ഥ ഏത്? ഖരാവസ്ഥ. ഭൂവൽക്കത്തിൽ 98% എത്ര മൂലകങ്ങൾ? 8 മൂലകങ്ങൾ. അതിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം ആയി കഴിഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ ധാതു സിലിക്കൺ ഡൈ ഓക്സൈഡ്. ആ സിലിക്കൺ ഡൈ ഓക്സൈഡ് അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. ഭൂവൽക്കം അറിയപ്പെടുന്നത് പോലും സിലിക്കേറ്റ് ആവരണം. ഭൂവൽക്കം അറിയപ്പെടുന്ന പേര് സിലിക്കേറ്റ് ആവരണം. അപ്പൊ ഇരിക്കട്ടെ, എന്റെ ഭൂവൽക്കത്തിൽ രണ്ട് ആശയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ രണ്ട് വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇവിടേക്ക് നോക്കി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വരുന്നു. പോയിട്ടോ, സോറി. കുഴപ്പമില്ല, ഇത് വെച്ചാലോ. അത് മൊത്തത്തിൽ ഇറേസ് ചെയ്തപ്പോൾ അത് മാഞ്ഞുപോയി. നോക്കിയോ, ഈ കാണുന്ന ഭൂമിയുടെ പുറത്ത് കാണപ്പെടുന്ന ഈ ഭൂവൽക്കം, ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, ഈ ഭൂവൽക്കത്തിന് 2 ഭാഗങ്ങളാണ്. ഒന്ന് ഏതാ? പുറത്തെ പുറന്തോടും, 2 അകത്തെ പുറന്തോടും. ഈ കാണുന്ന അകത്തെ പുറന്തോട്, ഈ കാണുന്ന പുറത്തെ പുറന്തോട്. അതായത് ഏതാണ്? ഇന്നർ ക്രസ്റ്റും ഔട്ടർ ക്രസ്റ്റും 2 പാർട്ടുകൾ കാണപ്പെടും. ആ 2 പാർട്ടുകൾ നമ്മൾ ഇങ്ങനെ പറയും. ഒന്നാമത്തെ പാർട്ട് നമ്മൾ പറയുന്ന പേരാണ് ഏത്? വൻകര ഭൂവൽക്കം എന്നും. ആദ്യ പാർട്ട് നമ്മൾ പറയുന്ന പേര് വൻകര ഭൂവൽക്കം എന്നും. ഈ കാണുന്ന പാർട്ടാണ് വൻകര ഭൂവൽക്കം. ഈ വൻകര ഭൂവൽക്കം കാണപ്പെടുന്ന അവസ്ഥ ഖരാവസ്ഥയാണ്. എന്നാൽ ഈ കാണപ്പെടുന്ന ഭാഗം സമുദ്ര ഭൂവൽക്കമാണ്. സമുദ്ര ഭൂവൽക്കം കാണപ്പെടുന്ന അവസ്ഥയും ഏത് തന്നെയാണ്? ഖരാവസ്ഥയാണ്. ചിത്രം നോക്ക്. ഈ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗമാണ് വൻകര, ഈ കാണുന്ന ഭാഗമാണ് സമുദ്ര ഭൂവൽക്കം. വൻകര ഭൂവൽക്കം എന്നാൽ നമ്മൾ നേരത്തെ എഴുതിയ 8 മൂലകങ്ങളിലായിരുന്നു. ചുമ്മാ നോക്കി, ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, അയൺ. അതിൽ ആ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളവൻ എന്തെന്ന് പറഞ്ഞു? സിലിക്കൺ ഡൈ ഓക്സൈഡ്, സിലിക്കയാണെന്ന് പറഞ്ഞു. എന്നാൽ വൻകര ഭൂവൽക്കം, ഈ കാണുന്ന വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് Si+Al. ഏതാ? സിലിക്കൺ പ്ലസ് അലൂമിനിയം. ഏതാ? സിയാൻ എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടോ, 2, 3 മൂലകങ്ങൾ. ഏത്? സിലിക്കൺ പ്ലസ് അലൂമിനിയം എന്നറിയപ്പെടുന്നു, സിയാൻ എന്നറിയപ്പെടുന്നു. എന്നാൽ സമുദ്ര ഭൂവൽക്കം നോക്കി, അയൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. ഈ 2ാമനെയും 8ാമനെയും എടുത്തു കഴിഞ്ഞാൽ സമുദ്ര ഭൂവൽക്കത്തെ പറയുന്ന പേരാണ് സിലിക്കൺ പ്ലസ് മഗ്നീഷ്യം. ഏതാ? സീമ. അപ്പൊ നമുക്ക് നോക്കാം. ഭൂവൽക്കത്തെ രണ്ടായി തിരിച്ചു. ഈ പുറത്ത് കാണപ്പെടുന്നവൻ ഏത്? ഈ കാണുന്നവൻ വൻകര ഭൂവൽക്കം, ഈ കാണുന്നവൻ സമുദ്ര ഭൂവൽക്കം. 2 ഭൂവൽക്കത്തിന്റെ അവസ്ഥ എന്തവസ്ഥ? ഖരാവസ്ഥ.
വൻകര ഭൂവൽക്കം എന്നാൽ ആ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന പേര് ഈ ചിത്രത്തിലോട്ട് നോക്കിയാൽ മതി. വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന പേര് സിർക്കൻബസ് അലൂമിനിയം സിയാൽ. ഈ പാർട്ട് അറിയപ്പെടുന്ന പേര് സിയാൽ എന്നും ഈ പാർട്ട് അറിയപ്പെടുന്ന പേര് സീമ എന്നും. എന്നാൽ ഈ ഭൂവൽക്കം മൊത്തത്തിൽ പറയുന്ന പേര് സിൽക്കേറ്റ്, SiO3 സിൽക്കേറ്റ് എന്ന് അറിയപ്പെടും. ഈ ഭൂവൽക്കത്തിനെ കുറിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടെ. എന്റെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എന്റെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ നിർമ്മിക്കുന്ന ധാതു, ശിലാനിർമ്മിത ധാതുവിന് ഒരു പേരുണ്ട്. ആ ശിലാനിർമ്മിത ധാതുവിന്റെ പേരെന്താണ്? എന്റെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലാനിർമ്മിത ധാതു, ആ ധാതു അറിയപ്പെടുന്ന പേരാണ് ഏത് പേരിൽ അറിയപ്പെടും? ഫെൽസ്ഫർ. ഏതാണ്? ഫെൽസ്ഫർ എന്ന ധാതുവാണ്. ഭൂവൽക്കത്തിന്റെ 50%-ലേറെ ഭൂവൽക്കത്തിന്റെ 50%-ലേറെയും കാണപ്പെടുന്ന ധാതുവാണ് ഇത് ഫെൽസ്ഫർ എന്ന ധാതു. ഈ ധാതു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വൻകര ഭൂവൽക്കത്തിലാണ്. ഈ വൻകര ഭൂവൽക്കം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? സിൽക്കൻബസ് അലൂമിനിയം എന്താ? സിയാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ധാതുവാണ് ഫെൽസ്ഫർ. ഫെൽസ്ഫറിന്റെ ആദ്യത്തെ 3 അക്ഷരം എടുത്താലോ FeN, സിയാലിൽ എടുത്താലോ SiC. ഏതാ? ഫെൽസിക് ഇഗ്നിയസ് റോക്ക്. ഏതാണ്? ഫെൽസിക് ഇഗ്നിയസ് റോക്ക് എന്നൊരു പദം കിട്ടും. ഭൂമിയിൽ കാണുന്ന ഏറ്റവും കാഠിന്യമുള്ള റോക്ക് ശിലകൾ അറിയപ്പെടുന്ന പേരാണ് ഫെൽസിക് രൂപാന്തരങ്ങൾ. ഫെൽസിക് ശിലയാണ് ഈ കാണുന്ന ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഗ്രാനൈറ്റ്. ഏതാണ്? ഗ്രാനൈറ്റ്. വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയുടെ പേരെന്താ? ഗ്രാനൈറ്റ്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഫെൽസിക്കിന്റെ അടുത്ത രൂപാന്തരമാണ്. ആ ശിലയ്ക്ക് പേരുണ്ട് മാഫിക്. മാഫിക് രൂപാന്തരമാണ്. മഗ്നീഷ്യം അയൺ സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്നീ കണ്ടന്റ് അടങ്ങുന്ന ശിലയാണ്. ആ ശിലയുടെ പേരാണ് ബസാൾട്ട്. വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാ? ഗ്രാനൈറ്റും. സമുദ്ര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാ? ബസാൾട്ട്. വൻകര ഭൂവൽക്കം എന്ന ശില അറിയപ്പെടുന്ന വൻകര ഭൂവൽക്കത്തിൽ കാണുന്ന ഗ്രാനൈറ്റ്, പ്ലൂട്ടോണിക് റോക്സ്, പാതാള ശിലയാകുന്ന ഗ്രാനൈറ്റ് അറിയപ്പെടുന്നു ഫെൽസിക് ശില. സമുദ്ര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? മാഫിക്. മഗ്നീഷ്യം അയൺ. മാഫിക് ശിലയുടെ പേരാണ് ബസാൾട്ട്. സമുദ്ര ഭൂവൽക്കം എന്ന് പറയുന്നത് തന്നെ ബസാൾട്ടാണ്. കാരണം ഈ കാണുന്ന സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് പോലും ബസാൾട്ട് ബെൽറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു കോൺസെപ്റ്റ് കേട്ടെ. അപ്പൊ ഭൂവൽക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഭൂവൽക്കത്തിന്റെ ഡെൻസിറ്റി, സാന്ദ്രതയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് മനസ്സിലാക്കാം. ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത പരിശോധിച്ചാൽ ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത ഏറ്റവും കൂടിയ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് അകക്കാമ്പാണ്. ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത ഏറ്റവും കൂടിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അകക്കാമ്പാണ്. ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത ഏറ്റവും കൂടിയ ഭാഗം ഏത്? അകക്കാമ്പ്. ഈ അകക്കാമ്പിൽ 13 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ സാന്ദ്രതയുണ്ട്. ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത ഏറ്റവും കൂടിയ ഭാഗം ഏതാ? അകക്കാമ്പല്ലേ. എന്നാൽ ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഭാഗം ഈ ഭാഗമാണ്. ഏത് ഭാഗം? ക്രസ്റ്റ്. ക്രസ്റ്റ്. ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത ഏറ്റവും കൂടിയ ഭാഗം എന്നറിയപ്പെടുന്നത് ഇന്നർ കോർ, അകക്കാമ്പ്. എന്നാൽ ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഭാഗം എന്നറിയപ്പെടുന്നു ക്രസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. ആ അകക്കാമ്പിന്റെ സാന്ദ്രത 13 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ ആണ്. എന്നാൽ ക്രസ്റ്റ് ഭൂവൽക്കത്തിൽ വൻകര ഭൂവൽക്കം, ഈ മലയും കുന്നൊക്കെ സ്ഥലം കണ്ടോ? വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രതയാണ് 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. എന്നാൽ
സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത എന്നാൽ കാരണം ഈ കയറി നിൽക്കുന്നുണ്ടോ ഈ ചിത്രം ഒന്ന് വലുതാക്കി വരയ്ക്കാം. ഈ കാണുന്ന ഈ ഭാഗം സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 3 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. 3 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് സാന്ദ്രത പരിശോധിക്കാം. വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 3 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. 3 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. ഇനി പറഞ്ഞെന്താണ് ഈ കാണുന്ന ഏതാ ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത ഏറ്റവും കൂടിയ ഭാഗമാണ് ഇന്നർ കോർ, അകക്കാമ്പ്. 13 ഗ്രാം പെർ ഘന സെന്റിമീറ്റർ. ഭൂമിയുടെ ഉള്ളറയിൽ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഭാഗം വൻകര ഭൂവൽക്കം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വന്നേ. വരും. ഈ ഭൂവൽക്കത്തിൽ ഈ കാണുന്ന ഭാഗം കണ്ടോ, ഈ കാണുന്ന ഇത്രയും പോർഷൻ കണ്ടോ, ഈ കുന്നും മലയ്ക്കായിട്ട് നിൽക്കുന്ന ഭാഗം കണ്ടോ, വൻകര ഭൂവൽക്കം. ഈ മലയുടെ ഈ പാർട്ടിൽ ഒരു കനം കണ്ടോ, ഇവിടെ ഒരു വലിപ്പമുണ്ട്, ഈ കുന്നിൽ വേറൊരു വലിപ്പമുണ്ട്. ഞാനത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം, മാറ്റി കാണിക്കാം. മനസ്സിലാക്കേണ്ടത് ഇവിടേക്ക് നോക്കാം. നമ്മൾ ഒരു ഭൂവൽക്കം കാണും, ഒരു ക്രസ്റ്റ് കാണുകയാണ്. ഈ ക്രസ്റ്റ് കാണുമ്പോൾ നമ്മൾ കടൽ ജലം വന്ന് പതിക്കുന്ന ഭാഗം അവിടെ നിന്ന് ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ കുന്നും മലയുമായിട്ടാണ് ഭൂവൽക്കം നിൽക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്താണ് ജലമുള്ളത്. ജലമാണ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഈ മലയും കുന്നും കാടൊക്കെ കാണുന്ന ഈ ഭാഗമാണ് എന്ത് ബയോസ്ഫിയർ എന്നറിയപ്പെട്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ സമുദ്രത്തിന് അടിയിൽ കാണുന്ന നമുക്കറിയാം ഈ സമുദ്ര തറയുടെ അവസ്ഥ ഖരാവസ്ഥയാണ്. അതാണ് നമുക്കറിയാം മധ്യ അറ്റ്ലാന്റിക് പർവ്വതമൊക്കെ ഈ സമുദ്രത്തിന് അടിയിലാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ വൻകര ബലകത്തിന് ഇത്രയും വലിപ്പം കിട്ടി. ഈ വൻകര ഭൂവൽക്കത്തിന് ഇത്രയും വലിപ്പം കിട്ടിയപ്പോൾ ഇവിടെ വൻകര ഭൂവൽക്കത്തിന് കുറെ കൂടെ വലിപ്പം കിട്ടി. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന്റെ വലിപ്പം നോക്കിയപ്പോൾ ഇവിടെ വലിപ്പം കുറഞ്ഞു. ഈ കാണുന്ന ഭൂവൽക്കത്തെയും അതിന് താഴെയുള്ള മാന്റിലിനെയും വേർതിരിച്ച ഈ വരയ്ക്കൊരു പേര് ഞാൻ പറഞ്ഞായിരുന്നു, മോഹോസ് ഡിസ്കണ്ടിന്യൂറ്റി, മൊഹോവിക്സ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ അത് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാർട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജലം കാണുന്നതിന് അവിടെ ഭൂവൽക്കത്തിന് വലിപ്പം കുറവും, ഇവിടെ ഇത്രയും വലിപ്പവും, മലയുള്ള സ്ഥലത്ത് കുറെ കൂടെ വലിപ്പവും ഉണ്ട്. അപ്പൊ ക്രിസ്റ്റിന് എല്ലായിടത്തും ഒരേ വലിപ്പമല്ല. അപ്പൊ ഈ ജലം നിൽക്കുന്ന അടിയിലുള്ള ക്രിസ്റ്റിന്റെ വലിപ്പം, സമുദ്ര ഭൂവൽക്കത്തിന്റെ വലിപ്പം 5 മുതൽ 10 കിലോമീറ്റർ വരെയാണ്. 5 മുതൽ അല്ലെങ്കിൽ 15 കിലോമീറ്റർ എന്ന് പറയാം. 5 മുതൽ 15 കിലോമീറ്റർ വരെ വലിപ്പമാണ് ആർക്കുള്ളത്? സമുദ്ര ഭൂവൽക്കത്തിനുള്ളത്. എന്നാൽ വൻകര ഭൂവൽക്കത്തിൽ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് മിഡ്ലാൻഡ് ഒരു ഉയർച്ച താഴ്ചയുള്ള ഭാഗം വരെ മാറുന്നവിടം വരെ ശരാശരി വലിപ്പം 30 കിലോമീറ്ററും, എന്നാൽ അവിടെ നിന്ന് ഹിമാലയം ഉൾക്കൊള്ളുന്ന പർവ്വത മേഖലയിൽ പോയാൽ ശരാശരി 70 കിലോമീറ്റർ വരെ വലിപ്പം ആർക്കുണ്ട്? ക്രസ്റ്റിനുണ്ട്. അപ്പൊ ക്രസ്റ്റിന് വലിപ്പം ഞാൻ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? സമുദ്ര ഭൂവൽക്കത്തിന്റെ വലിപ്പം 5 മുതൽ 15 കിലോമീറ്റർ. സമുദ്ര ഭൂവൽക്കത്തിന്റെ വലിപ്പം എത്രയാ? 5 മുതൽ 15 കിലോമീറ്റർ. വൻകര ഭൂവൽക്കത്തിന്റെ സാധാരണ വലിപ്പം എത്രയാണ്? 30 കിലോമീറ്ററും. എന്നാൽ ഏതാണ് ഹിമാലയം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആൽപ്സും ആൻഡീസ് ഒക്കെ ഉൾപ്പെടുന്ന ആ വലിയ ഭാഗത്തിന്റെ ഉയരം ശരാശരി 70 കിലോമീറ്റർ വരെയാണ്. അത് രണ്ടും കൂടി പരിഗണിക്കുമ്പോൾ വൻകരയും സമുദ്രവും പർവ്വതവും എല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ ഭൂവൽക്കത്തിന്റെ ആവറേജ് ഹൈറ്റ്, ശരാശരി ഉയരം 40 കിലോമീറ്റർ ആണ്. ഭൂവൽക്കത്തിന്റെ ശരാശരി ഉയരം എത്ര കിലോമീറ്റർ ആണ്? 40 കിലോമീറ്റർ. ഭൂവൽക്കത്തിന്റെ ശരാശരി ഉയരം 40 കിലോമീറ്റർ. ഒന്നുകൂടെ കേൾക്കുക. വൻകര ഭൂവൽക്കത്തിൽ എത്രയാണ്? സാധാരണ 30 കിലോമീറ്റർ, പർവ്വതങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ
70 കിലോമീറ്റർ, സമുദ്രത്തിലോ 5 മുതൽ എത്ര വരെ 15 വരെ കിലോമീറ്റർ വലിപ്പം. ഭൂവൽക്കം എന്ന് വെച്ചാൽ മൊത്തത്തിൽ പറയുമ്പോൾ, ഭൂവൽക്കം എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ പറയുമ്പോൾ ശരാശരി വലിപ്പം 40 കിലോമീറ്റർ. അപ്പൊ ഇതോടുകൂടി ഭൂവൽക്കത്തിന്റെ വലിപ്പം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുകയാണ്. ദാ ഇങ്ങോട്ട് നോക്കിയേ, ദാ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു പോയിന്റിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ദാ ഇവിടെ നമ്മളിത് മാറ്റിയാൽ ദാ ഇവിടെ ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഈ ജലം നിൽക്കുന്നത് തൊട്ട് ക്രിസ്ത്യന്റെ വലിപ്പം എഴുതിക്കുന്നുണ്ടോ? 0 മുതൽ എത്ര വരെ? 100 കിലോമീറ്റർ വരെ. അതിൽ ഈ ജലം നിൽക്കുന്ന ഇത്രയും പാർട്ടിന്റെ വലിപ്പമാണ് എത്ര? പരമാവധി 15 കിലോമീറ്റർ, 5 മുതൽ 15 കിലോമീറ്റർ. ഈ കാണുന്ന ഈ വലിയ പർവ്വതമില്ലേ, ഈ പാർട്ടിന്റെ വലിപ്പമാണ് 70 കിലോമീറ്റർ. എന്നാൽ ഈ കറുപ്പതായി ഇവിടെ ഒന്ന് ഉയർന്നു നിൽക്കുന്നുണ്ടോ, ഈ ജലം വന്ന് നിൽക്കുന്ന കര വരെ ഇത്രയും ഭാഗത്തിൽ ക്രിസ്റ്റി കാണുന്നില്ലേ, ഈ ക്രിസ്റ്റിന്റെ വലിപ്പമാണ് എത്ര? ശരാശരി 30 കിലോമീറ്റർ. ഇതിന്റെ എല്ലാത്തിനും ആവറേജ് പറയുന്നതാണ് ഭൂവൽക്കം ഏകദേശം എത്ര? 40 കിലോമീറ്റർ. എന്നാൽ പർവ്വതത്തിൽ നിന്ന് ഭൂവൽക്കം വരെ എടുത്തു കഴിഞ്ഞാൽ 0 to എത്ര? 100 കിലോമീറ്റർ വരെ എന്ത് കാണാറുണ്ട്? ക്രസ്റ്റ് കാണപ്പെടാറുണ്ട്. അവിടെ നിന്ന് മാൻഡിൽ വരെയുള്ള ഡിസ്റ്റൻസ് 2900. അവിടെ നിന്ന് കോർ വരെ പോയാൽ 6378. അവിടെ നിന്ന് നോക്കിയാൽ ഇന്നർ കോറിനെ ഔട്ടർ കോറിനെ വേർതിരിക്കുമ്പോൾ 5100 കിലോമീറ്റർ. അറിയപ്പെടുന്ന പേര് ലേ മാൻ വിജനത. എന്നാൽ ഇവിടെ ഒരു വേർതിരിവ് വരും, 2200 വരുന്ന വേർതിരിവായിരുന്നു റെപ്റ്റി വിജനത. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ക്രിസ്റ്റിനെ കുറിച്ചാണ്. ക്രിസ്റ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കുക. ഇതാ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞു ഏതാ? ഭൂമിയുടെ സ്ട്രക്ചർ, ഘടന എന്നാണ് നമ്മുടെ ടോപ്പിക്ക്. ഭൂമിയുടെ ഘടനയെ രണ്ടായി തരംതിരിച്ചു. ഭൂമിയുടെ അകത്തും ഭൂമിയുടെ പുറത്തും. അപ്പൊ ഭൂമിയുടെ അകത്തും ഭൂമിയുടെ പുറത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ബാഹ്യമായ സവിശേഷത ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഭൂമിയുടെ പുറത്തുള്ള ഈ സ്ഥലം ഭൂമിയുടെ ബാഹ്യമായ സവിശേഷതയാണ്. ഈ ബാഹ്യമായ ഭാഗത്താണ് ഈ കുന്നും മലയും കാണുന്നത്. ഈ ഭാഗത്തിനാണ് ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞു, ബയോസ്ഫിയർ. ഈ കാണുന്ന ഭാഗം ജലമണ്ഡലം. ഏതാ? ഹൈഡ്രോസ്ഫിയർ. അതിന് മുകളിൽ കാണപ്പെടുന്ന ഭാഗം ഏതാ? ബയോസ്ഫിയർ. കാറ്റും മഴയും മഞ്ഞും മേഘമൊക്കെ ഉള്ള ഫലം ഏതാ? അറ്റ്മോസ്ഫിയർ. ഇയാണ് ഇവിടെ കണ്ടോ, ഈ കറുപ്പിൽ നിന്ന് താഴോട്ട് നിൽക്കുന്ന ഈ ഒരു പാർട്ട്, ഇങ്ങനെ കാണുന്ന ഈ ഒരു പാർട്ട് കണ്ടോ? ഈ ഒരു പാർട്ടിന്റെ പേരാണ് ലിത്തോസ്ഫിയർ. ഏതാണ്? ലിത്തോസ്ഫിയർ. കണ്ടോ, കണ്ടോ? ക്രിസ്റ്റലും മാന്റിലുമായിട്ടാണ് ഖരാവസ്ഥയിൽ എന്ത് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലുള്ള മാന്റിലും ക്രിസ്റ്റലുമായിട്ടാണ് എന്ത് കാണുന്നത്? ലിത്തോസ്ഫിയർ കാണപ്പെടുന്നത്. ഈ ഭാഗം ഏതാ? ലിത്തോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയർ കാണപ്പെടുന്നത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയുടെ പുറത്തുള്ള ഭാഗങ്ങളാണ്. ഏതൊക്കെ ഭാഗം? ഏതാ? അറ്റ്മോസ്ഫിയർ, ബയോസ്ഫിയർ. ഏത്? ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ. സ്ഥാനമണ്ഡലം അല്ലെങ്കിൽ ശിലാമണ്ഡലം, വായുമണ്ഡലം, ജീവമണ്ഡലം, ജലമണ്ഡലം. ഇനി നമ്മൾ അടുത്ത സെന്റൻസ് പരിശോധിക്കുന്നു. ഭൂമിയുടെ ഉള്ളറകളെ 3ആയി തരംതിരിച്ചു. ക്രസ്റ്റ്, മാന്റിൽ, കോർ. അപ്പൊ ക്രസ്റ്റ് എത്ര വരെ? 0 മുതൽ 100 കിലോമീറ്റർ വരെ. 0 മുതൽ എത്ര കിലോമീറ്റർ വരെ? 100 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് ഏത്? ക്രസ്റ്റ്. ഏത് ഭാഗം? ക്രസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പാർട്ട് വരുന്നു. 100 മുതൽ എത്ര വരെ? 2900 കിലോമീറ്റർ വരെയുള്ള ഈ ഭാഗമാണ് ഇത് മാന്റിൽ. അവിടെ നിന്ന് 2900 തുടങ്ങി 6378 വരെയുള്ള ഭാഗമാണ് ഏത്? കോർ. ഈ പോർഷൻ കോറ്, ഇത് മാന്റിൽ, ഇത് ക്രസ്റ്റ്. അപ്പൊ ഭൂമിയുടെ ഉള്ളറകളെ 3ആയി തിരിച്ചു. ക്രസ്റ്റ്, മാന്റിൽ, കോർ. എന്നാൽ ഭൂമിയുടെ വെളിയിലുള്ളത് വായുമണ്ഡലം, ജലമണ്ഡലം, ജീവമണ്ഡലം, സ്ഥാനമണ്ഡലം.
ഇനി ഭൂമിയുടെ ഉള്ളറകൾ വേർതിരിക്കപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു. ഖരാവസ്ഥയിൽ കാണുന്ന ഖരാവസ്ഥയിൽ കാണുന്ന അകക്കാമ്പ് ഇന്നർ കോറിനെയും അർത്ഥദ്രവ്യ അവസ്ഥയിലുള്ള ഔട്ടർ കോറിനെയും വേർതിരിച്ച ഭാഗമാണ് ലേ മാൻഡിൽ. എന്നാൽ ഖരാവസ്ഥയിലുള്ള അപ്പർ മാൻഡിലിനെയും അർത്ഥദ്രവ്യ അവസ്ഥയിലുള്ള ലോവർ മാൻഡിലിനെയും വേർതിരിച്ച ഭാഗമാണ് എന്ത് വിജനത എന്നറിയപ്പെടുന്നത്? റെപ്റ്റി വിജനത. അപ്പൊ അടുത്തതായിട്ട് പറഞ്ഞു ഔട്ടർ കോറിനെയും ഈ പുറത്തെ കോറിനെയും അകത്തെ കോറിനെയും വേർതിരിച്ചത് കോൺറാഡ് വിജനതയാണെന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞുവെങ്കിൽ ഇനി അടുത്തായിട്ട് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഭൂമിയുടെ ഉള്ളറയിൽ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ക്രസ്റ്റ്. ആ ക്രസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പിന്നെ നോക്കിയത്. ക്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എന്ത് പറഞ്ഞു? ഭൂവൽക്കത്തിൽ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും ഏത് ഭൂവൽക്കവും ആയിക്കോട്ടെ, ഭൂവൽക്കത്തിന് രണ്ടായി തിരിക്കുന്നു, വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. ഈ ഭൂവൽക്കത്തെ വേർതിരിക്കുന്നത് ഏതാണ്? റെപ്റ്റി വിജനത. വൻകര ഭൂവൽക്കത്തെയും സമുദ്ര ഭൂവൽക്കത്തെയും വേർതിരിക്കുവാനും എന്തുപയോഗിക്കാറുണ്ട്? റെപ്റ്റി വിജനതയല്ല, കോൺറാഡ് ആണ് കേട്ടോ. ആ മാൻഡിലിനെയാണ് റെപ്റ്റി വിജനത വേർതിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് വന്നിട്ട് അതിന്റെ ബാലൻസ് പറഞ്ഞ അറിയപ്പെട്ടെന്ന് പറഞ്ഞുതരാം. ഭൂവൽക്കത്തിന്റെ 98% 8 മൂലകങ്ങളായിരുന്നു. ആ മൂലകമാണ് ഓക്സിജനും സിലിക്കനും അലൂമിനിയവും അയണും കാൽസ്യവും സോഡിയവും പൊട്ടാസ്യവും മഗ്നീഷ്യവും എല്ലാം. ആ ഭൂവൽക്കത്തിൽ ഏറ്റവും മൂലകം ഓക്സിജനും ഉപലോകം സിലിക്കനും ലോകം അലൂമിനിയവും പിണ്ഡത്തിലുള്ള ലോകം അയൺ ഇരുമ്പുമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുവാണ് കല്ലിലും മണ്ണിലും പാറയിലും പൊടിയിലും എല്ലാമുള്ള സിലിക്കൺ ഡയോക്സൈഡ്. ഇങ്ങനെ എഴുതാം, SiO3 എന്ന് എഴുതാം. അപ്പൊ അത് വായിക്കും സിലിക്കേറ്റ് എന്ന്. ബാഹ്യ സിലിക്കേറ്റ് ആവരണമാണ് ക്രസ്റ്റ്. ക്രസ്റ്റിനെ രണ്ടായി തിരിച്ചു, വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. ആ വൻകര ഭൂവൽക്കത്തിൽ നമ്മൾ നോക്കിയാൽ വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്ററും സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 3 ഗ്രാം പെർ ഘന സെന്റിമീറ്ററുമാണ്. ഈ ചിത്രം ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം എന്താ മനസ്സിലാക്കുക? സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ അടുത്തൊരു പോയിന്റ് ഉണ്ട്. ഭൂവൽക്കത്തിന് രണ്ടായി തിരിച്ചു, വൻകര എന്നും സമുദ്രമെന്നും. രണ്ട് ഭൂവൽക്കത്തിന്റെ അവസ്ഥ ഖരാവസ്ഥയാണെന്ന് പറഞ്ഞു. സാന്ദ്രത 2.7 ഗ്രാം പെർ ഘന സെന്റിമീറ്ററും സമുദ്ര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത 3 ഗ്രാം പെർ ഘന സെന്റിമീറ്ററുമാണ്. വൻകര ഭൂവൽക്കത്തിന്റെ വലിപ്പം 30 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ, ഹിമാലയം ഉൾക്കൊള്ളുന്ന പർവ്വതത്തിൽ 70 കിലോമീറ്ററും സമുദ്ര ഭൂവൽക്കത്തിന്റെ വലിപ്പം 5 മുതൽ 15 കിലോമീറ്റർ വരെയാണെന്നും പറഞ്ഞു. ഭൂവൽക്കത്തിന്റെ ശരാശരി വലിപ്പം 40 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. ശേഷം പറഞ്ഞു തന്നു ഈ കാണുന്ന വൻകര ഭൂവൽക്കം സിലിക്കേറ്റ് ആവരണമാണെങ്കിൽ വൻകര ഭൂവൽക്കം എന്നാൽ അത് സിയാൻ എന്നും, സമുദ്ര ഭൂവൽക്കമാണെങ്കിൽ അത് സീമ എന്നും അറിയപ്പെടുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ധാതു സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഈ സിലിക്കൺ ഡൈ ഓക്സൈഡ് കാണപ്പെടുന്ന ഒരു ശിലാനിർമ്മിത ധാതുവാണ് ഫെൽസ്പാർ. ഈ ശിലാനിർമ്മിത ധാതു അടങ്ങിയിരിക്കുന്ന ശിലകൾ സിയാൻ എന്ന പദത്തിൽ നിന്ന് SiC ഫെൽസിക് റോക്ക് അത് ഗ്രാനൈറ്റ് ആണ്. ഉറപ്പായിട്ട് മനസ്സിലാക്കുക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ശില ആഗ്നേയ ശിലയാണ്. വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് ഫെൽസിക് ശിലയായ ഗ്രാനൈറ്റ് എങ്കിൽ സമുദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് ബസാൾട്ട് ശില. അപ്പോ ഈ ഭൂവൽക്കത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്? അടുത്തൊരു പാർട്ടിലേക്കാണ് പോകേണ്ടത്. അടുത്തൊരു പാർട്ടിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ അടുത്ത ഭാഗം നമ്മൾ നോക്കുന്നു, മാൻഡിലാണ്. മാൻഡിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യാം, മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തൊരു പാർട്ടിലേക്ക് പ്രവേശിക്കാം.
ഈ ചിത്രത്തിലേക്ക് നോക്കുക. അടുത്ത നമ്മൾ നോക്കുന്ന സംഭവം മാൻഡിലാണ്. മാൻഡിൽ ജസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ടോപ്പിക്കിന്റെ അവസാനത്തേക്ക് എത്തിച്ചേരാം. ഇതാ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാ ഓക്കെ, ഇതാണ് ഈ കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക. ലിത്തോസ്ഫിയർ. ആ ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഭാഗം 2900 കിലോമീറ്റർ വരെ നിലകൊള്ളുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ അടുത്ത ക്ലാസ് പഠിക്കുന്നത്. അത് മാൻഡിലാണ്. ഇപ്പൊ ക്രിസ്റ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മാൻഡിലിനെ കുറിച്ചും വ്യക്തമായിട്ട് പറയാനുണ്ട്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, അടുത്തൊരു സെക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ക്രിസ്റ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മിനർവയുടെ പേരിൽ നന്ദി അറിയിച്ചു.